ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് കൗതുക പാർക്കിലാണ്. കൗതുക പാർക്ക് വരുന്നത് അതിരപ്പള്ളി റൂട്ടിൽ കോട്ട ഭാഗത്തായാണ് ഈ കൗതുക പാർക്ക് നിലകൊള്ളുന്നത്. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വരുന്നത് 100 രൂപയാണ്. ഏകദേശം 1 മണിക്കൂറാണ് ഇവിടുത്തെ സന്ദർശന സമയം നമുക്ക് വരുന്നത്. നമുക്ക് കൗതുക പാർക്കിലെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ. പാർക്കിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാൻ റെഡിയാണ് ഈ കാണുന്ന താറാവുകളായാലും ഫാൻസി കോഴികളായാലും ടർക്കികളായാലും എല്ലാം. പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു കൗതുക പാർക്ക് നിലകൊള്ളുന്നത്. ഒരു മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടും സമയമെടുത്തും കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പാർക്കിൽ വനാന്തരീക്ഷം നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് ചപ്പുചവറുകൾ നീക്കം ചെയ്യാത്തത്. പാർക്കിലേക്ക് കയറിയാൽ ആദ്യത്തെ അട്രാക്ഷൻ ഈ ഒരു കേവാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ കേവാണ്. കാട്ടുചേല വൃക്ഷത്തോട് ചേർന്നാണ് ഈ ഒരു കേവിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. വളരെ പച്ചപ്പ് നിറഞ്ഞതും കൂളിംഗ് അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇരുമ്പ് പാലത്തിലൂടെ വേണം നമുക്ക് കേവിനുള്ളിലോട്ട് എത്താനായി. മുഴുവനായും ഇരുമ്പ് പൈപ്പുകളാൽ നിർമ്മിതമാണ് ഈ ഒരു പാലം. പാലത്തിന് താഴെയായി മനോഹരമായ ഒരു കുളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കുളത്തിലാണെങ്കിൽ നിറയെ മീനുകളുമുണ്ട്. സമ്മിശ്ര മീനുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ നമുക്ക് കേവിലേക്ക് കയറാം. പോണ്ടിയ കേവ് എന്നാണ് ഈ കേവിന്റെ പേര്. പോണ്ടിയ കേവ് ഈ ഒരു പേരിട്ടതും വർക്കിച്ചേട്ടൻ തന്നെയാണ്. അതുകൂടാതെ കേവിന്റെ ഡിസൈനിങ്, മെയിന്റനൻസ്, കൺസ്ട്രക്ഷൻ, ഗൈഡ് ലൈൻസ് എല്ലാം വർക്കിച്ചേട്ടന്റെ നിയന്ത്രണത്തിലാണ്. കേവിന്റെ ഉള്ളിലായി ലൈറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിറയെ കരിങ്കല്ലുകളാലും കോൺക്രീറ്റ് ഉപയോഗിച്ചുമാണ് ഈ ഒരു കേവ് നിർമ്മിച്ചിട്ടുള്ളത്. കേവ് കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല മനോഹരമായതും വൃത്തിയുള്ളതുമായ ഒരു കുളമാണ്. ഈ കുളത്തിലായാലും നാടൻ മത്സ്യങ്ങളും വിദേശ മത്സ്യങ്ങളും കാണാനായി സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വ്യത്യസ്തമായ കുറച്ച് ഗിനിപ്പന്നി കൂട്ടങ്ങളെ പരിചയപ്പെടാം. ബാ. ഗിനിപ്പന്നികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗിനിപ്പന്നികൾക്കായി 1 ൽ കൂടുതൽ കൂടുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പ്രാവും ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് മറ്റൊരു കുളം പരിചയപ്പെടാം. ഒട്ടനവധി വലിയതും ചെറിയതുമായ സസ്യഭോജികളും മാംസഭോജികളും മിശ്രഭോജികളുമായ മത്സ്യങ്ങൾ ഒരുമിച്ച് നിരുപദ്രവകാരികളായി കൂട്ടുകുടുംബമായി ഇവിടെ കഴിയുന്നു എന്നാണ് ഇവിടെ ബോർഡിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഇവിടെയും ഒരു ഇരുമ്പുപാലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇരുമ്പുപാലത്തിലൂടെ നടന്ന് ഇരു സൈഡിലുമുള്ള മത്സ്യങ്ങളെ വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. മത്സ്യങ്ങളുടെ സുഗമമായ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പാറകളും മറ്റ് സസ്യങ്ങളും വെച്ചിട്ടുള്ളതായും നമുക്ക് കാണാൻ സാധിക്കും. പ്രാവുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കൂടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇവർക്ക് യാതൊരു വക ബന്ധനവുമില്ല. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പറന്നു നടക്കാൻ സാധിക്കും. മഴയും വെയിലും ഉള്ളപ്പോൾ ഏതു നേരത്തും ഇവയ്ക്ക് ഇവിടെ വന്നിരിക്കാമെന്നതുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് പ്രാവുകളുടെ ഭക്ഷണ രീതി ഒന്ന് നോക്കാം. ഇവിടെ ഇവർക്ക് കൊടുക്കുന്നത് ചോള പൊടിച്ചതും അതുപോലെ ഗോതമ്പ് പൊടിച്ചതുമൊക്കെയാണ്. മറ്റു പാർക്കിലെ പോലെ അടച്ചിട്ട് വളർത്തുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്.
എല്ലാവരെയും തുറന്നു വിട്ട് അവരെ സ്വതന്ത്രമാക്കിയുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ പ്രാവുകളോടൊപ്പം മറ്റു ഫാൻസി കോഴികളും ഒരുപോലെ നിന്ന് ഫീഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാവുന്നത്. കൗതുക പാർക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒന്നാണ് ഈ മരം. ഫൈക്കസ് നസൈഡ എന്നാണ് ഈ മരത്തിന്റെ പേര് വരുന്നത്. ഈ മരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതാണ് നടക്കുന്ന മരം. ഈ മരത്തെ പറ്റി പറയുകയാണെങ്കിൽ 4 വേരുകളിലായാണ് ഈ മരം ഇവിടെ നിൽക്കുന്നത്. ഇതിന് നടുവിലായി കാണുന്ന ഈ ബീം തുടർന്ന് പൊളിച്ചു കളയുകയും പിന്നീട് ഈ മരം 4 ദിശകളിലേക്കായും സഞ്ചരിക്കും, അതായത് വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇതിനെപ്പറ്റി ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മുനിയറ പരിചയപ്പെടാം. മുനിയറ അഥവാ ഡോൾമെൻ. ശിലായുഗത്തിലെ മനുഷ്യർ 3-4 ശിലാപാളികൾ ചേർത്ത് വെച്ച് അതിനു മുകളിൽ പടുകൂറ്റൻ പരന്ന കല്ലുകൊണ്ട് മൂടി അറ പണിഞ്ഞ് പാർശ്വഭാഗത്ത് ഒരു ചെറിയ പ്രവേശന കവാടം നിർമ്മിച്ച് അറയ്ക്കകത്ത് മരിച്ചവരെ അടക്കം ചെയ്തിരുന്നു. പ്രസ്തുത മഹാശിലാ ശവകുടീരം മുനിയറ അഥവാ ഡോൾമെൻ എന്നറിയപ്പെട്ടു. ഇതാണ് മുനിയറ. ശിലായുഗത്തിലെ മുനിവാര്യന്മാർ ഏകാന്ത പ്രാർത്ഥനയ്ക്കും തപസ്സനുഷ്ഠിക്കുന്നതിനും വേണ്ടി പാറകൾ കൊണ്ട് തീർത്ത അറകൾ മുനിയറ എന്നറിയപ്പെടുന്നു. ഇവിടെ ഒരുപാട് ഏറുമാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് എനിക്ക് പുറകിലായി കാണുന്ന ഈ ഒരു ഏറുമാടം. നമ്മൾ ഇതിന്റെ മേലോട്ടാണ് കയറാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഏറുമാടത്തിന്റെ ഉള്ളൊന്ന് നോക്കാം, വാ. അങ്ങനെ ആദ്യത്തെ ഏറുമാടം നമ്മൾ കയറി. ഇനിയും ഒരുപാട് ഏറുമാടങ്ങളുണ്ട് ഇവിടെ കയറാനായിട്ട്. ഈ ഒരു ഏറുമാടത്തെ പറ്റി പറയുകയാണെങ്കിൽ മുഴുവനായും വേരിൽ തന്നെയാണ് ഈ ഒരു ഏറുമാടം തീർത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഏറുമാടം. ഇരുമ്പ് പൈപ്പുകളാലും ഇരുമ്പ് കമ്പി കൊണ്ടുമാണ് ഈ ഒരു ഏറുമാടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ബാംബു ഹട്ട്. മുഴുവനായും മുള കൊണ്ട് നിർമ്മിച്ച ഒരു ഏറുമാടമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്കതിന്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഈ ഏറുമാടവും അങ്ങനെ നമ്മൾ കീഴടക്കിയിരിക്കുന്നു. ഇതിന്റെ മുകളിലെത്തി നിൽക്കുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഒരു രക്ഷയുമില്ലാത്ത അറ്റ്മോസ്ഫിയർ. പാർക്കിലെ ഏറ്റവും വലിയ അംഗത്തെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വേറെ ആരുമല്ല, ഭീമാകാരനായ സാക്ഷാൽ ആരാപ്പയ്മ. പ്രായപൂർത്തിയായ ഒരു ആരാപ്പയ്മയ്ക്ക് 12 അടിയോളം നീട്ടവും 150 കിലോയിലേറെ ഭാരവും ഉണ്ടെന്നാണ് ഇവിടെ ബോർഡിൽ വച്ചിട്ടുള്ളത്. അതുകൂടാതെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന കീർത്തി കേട്ട സുന്ദര മത്സ്യമായും ഇതിനെ കണക്കാക്കുന്നുവെന്നും ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അല്പനേരം ഈ സുന്ദര മത്സ്യത്തെ നോക്കി നിന്നേക്കാം. ഒരു പേരാലാണിത്. ഇതിനെ ഇവിടെ വളച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. വളഞ്ഞ ആകൃതിയിലാണ് ഈ പേരാൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്കൊക്കെ വളരെ കൗതുകകരമായൊരു കാഴ്ചയാണത്. നിറയെ കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുളമാണ് നമ്മൾ ഈ കാണുന്നത്. കുളത്തിന് നടുവിലായി സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉള്ളിൽ മുതല മത്സ്യം കിടക്കുന്നുണ്ടെന്നും പറയുന്നു. നമുക്ക് നോക്കി നോക്കാം. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാനായി സാധിക്കുന്നുണ്ട് മുതല മത്സ്യത്തെ. മത്സ്യം അപകടകാരിയായതിനാൽ കൊച്ചുകുട്ടികളൊന്നും തന്നെ ഇതിലേക്ക് കൈയിടരുതെന്നും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കൊച്ചു ജലാശയം കാണാൻ സാധിക്കും. ജലാശയത്തിന് മുകളിൽ വേരുകളുടെ വിന്യാസത്താൽ നിലകൊണ്ട് അതിശയിപ്പിക്കുന്ന അന്തരീക്ഷ വൃക്ഷം എന്നാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വൃക്ഷത്തെ മുഴുവനായും ഒന്ന് കാണാം.
നമ്മുടെ ഈ കൗതുക പാർക്കിന് നിരവധി പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളുമാണ് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിരപ്പള്ളി റൂട്ടിലൂടെ പോകുമ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാർക്ക് ഒരു വട്ടമെങ്കിലും വന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണ്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വന്ന് വിജ്ഞാനത്തിനും വിനോദത്തിനുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരിടം തന്നെയാണ് ഈ കൗതുക പാർക്ക്. പാർക്കിൽ നടന്ന് ക്ഷീണിക്കുന്നവരുടെ വിശ്രമത്തിനായി ഒരുപാട് ഊഞ്ഞാലുകളും ചെയറുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ. അതുകൂടാതെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. കൗതുക പാർക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൗതുക പാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പാർക്കിനെ കുറിച്ചുള്ള ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.